ലക്ഷണം കണ്ടിട്ട് ആ സ്ത്രീ ഈ കുട്ടിയെ മോഷ്ടിച്ചതാണെന്നാണ് തോന്നുന്നത്. അയ്യോ അതെയോ? എങ്കിൽ പിന്നെ അത് നമ്മുടെ കുഞ്ഞ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മേഡത്തിന് സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറ്റുമോ? വന്ന് കണ്ട് വെരിഫൈ ചെയ്ത കാര്യം എളുപ്പമായിരുന്നു. ആ ഞാൻ ഇപ്പം തന്നെ വരാം. ആ ശരി മാഡം. കുഞ്ഞിനെ കാണാനുള്ള തിടുക്കമായല്ലേ? ഇപ്പൊ കൊണ്ടുവരും. ആ വന്നല്ലോ. ശാലിനി, വെള്ളം വല്ലതും കുടിക്കുന്നോ? അല്ല, കുറേ നേരം ആയല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. പ്രിയ, ഓപ്പറേഷൻ സക്സസാ, പക്ഷേ പ്രഷറിന്റെ വേരിയേഷൻ ഉണ്ട്. ഇന്ന് ICU കിടക്കട്ടെ. മറ്റെന്തെങ്കിലും പ്രോബ്ലം? നോ, ഒരു കുഴപ്പമില്ല. എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? നാളെ കാണാലോ. അതുമല്ല, ശാലിനിക്ക് നല്ല തിരക്കുള്ളതല്ലേ. ആ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അല്ല, അത് പിന്നെ ചേച്ചിയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളത് ഉത്തരവാദിത്വത്തോടെ ചെയ്തോളാം. താങ്ക് യു പ്രിയ. ഹലോ. ആ മാഡം, ഒരു സ്ത്രീയെയും കുട്ടിയും കിട്ടിയിട്ടുണ്ട്. ലക്ഷണം കണ്ടിട്ട് ആ സ്ത്രീ ഈ കുട്ടിയെ മോഷ്ടിച്ചതാണെന്നാണ് തോന്നുന്നത്. അയ്യോ അതെയോ? എങ്കിൽ പിന്നെ അത് നമ്മുടെ കുഞ്ഞ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മേഡത്തിന് സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറ്റുമോ? വന്ന് കണ്ട് വെരിഫൈ ചെയ്ത കാര്യം എളുപ്പമായിരുന്നു. ആ ഞാൻ ഇപ്പം തന്നെ വരാം. ആ ശരി മാഡം. എന്തു പറ്റി ശാലിനി? സ്റ്റേഷനിൽ ഒരു കുഞ്ഞിനെയും സ്ത്രീയും കൂടി റസാക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട്. ലക്ഷണങ്ങൾ വെച്ച്
നമ്മുടെ കുഞ്ഞാവാനാ സാധ്യത. എങ്കിൽ നമുക്ക് ഉടനെ പോവാം. ആ, ആ, ആ. ചക്കരെ അയ്യോ. മാവേ, ഈ സുന്ദരിക്ക് പേരിട്ടോ? സുന്ദരിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പേരിടുന്നതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഈ മുത്തിന് ആർക്കാ ഇഷ്ടപ്പെടാത്ത? എന്താ മൂർത്തി, മൂർത്തിയുടെ അഭിപ്രായം പറഞ്ഞില്ല? ആ തന്റെ സന്തോഷമല്ലടോ എന്റെയും സന്തോഷം. എന്നാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് താൻ കരുതണ്ട. ഇതിപ്പോ എന്റെ സന്തോഷം കൂടിയാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഈ പുതിയ അതിഥിയെ. എന്നാ പിന്നെ എഗ്രിമെന്റ് പേപ്പറുകളിലൊക്കെ ഒപ്പിടാം അല്ലേ? ഒപ്പിടാം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്കൊരു കുഞ്ഞിനെ കിട്ടി. ഇവളെ നമുക്കൊരു രാജകുമാരിയെ പോലെ വളർത്തണം മൂർത്തി. ഇവിടെ രാജകുമാരിയാവുമ്പോ നമ്മൾ ആരാടോ? രാജാവും രാജ്ഞിയാ. രാജാവ് ചെങ്കോലും കിരീടവും രാജ്യവും പണയം വെച്ച രാജാവിനെ ആരാടോ രാജാവെന്ന് വിളിക്കുന്നത്? തിരിച്ചു പിടിക്കാൻ ആവനാഴിയിൽ ആയുധങ്ങളും ഇല്ല. പിന്നെ എന്തു ചെയ്യും? സങ്കടപ്പെടാതെ മൂർത്തി. സുബ്രഹ്മണ്യ തിരുമുൽപ്പാട് നമ്മുടെ വീട്ടിലേക്കൊരു പുതുവെളിച്ചം വരുമെന്ന് പറഞ്ഞത് ഈ മോളുടെ വരവാണെങ്കിലോ? മൂർത്തിയുടെ എല്ലാ സങ്കടങ്ങളും കടങ്ങളും മാറ്റാൻ ചിലപ്പോ തിരുമുൽപ്പാട് കണ്ടിരിക്കുന്നത് ഈ കുഞ്ഞിലൂടെയാണെങ്കിലോ? താൻ എനിക്ക് വീണ്ടും വീണ്ടും ആശകൾ തരികയാണോ? സ്വപ്നങ്ങൾ കാണാനുള്ള മനസ്സൊന്നും എനിക്കിപ്പോ ഇല്ലടോ. മൊത്തം ഇരുട്ടാ. ഇരുട്ടിൽ തപ്പി തടയുന്നൊരു പാവം ഗതികെട്ട ബിസിനസ്സുകാരൻ. ദേ, അച്ഛന്റെ പഞ്ഞം പറച്ചിലൊക്കെ ഇവള് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വീട്ടിലേക്കാണോ എന്നെ കൊണ്ടുവന്നേന്ന് ഇവള് വിചാരിക്കും. എന്റെ ബിസിനസ് തകർച്ചയും ദാരിദ്ര്യമൊന്നും നമ്മുടെ ഈ കുഞ്ഞിനെ ബാധിക്കില്ലടോ. ഒന്നുകിൽ എല്ലാം പൂട്ടിക്കെട്ടി ഞാൻ അവസാനിപ്പിക്കും, എന്നിട്ട് ഒന്നെന്ന് തുടങ്ങും. തോറ്റു കൊടുക്കാൻ മൂർത്തിയെ കിട്ടില്ലടോ. അങ്ങനെ വേണം ആണുങ്ങളായ. കണ്ടില്ലേ മോളെ, മോളുടെ അച്ഛൻ അഭിമാനം ഉണർന്ന് എഴുന്നേൽക്കുന്നത്. താൻ എന്താ പറഞ്ഞത്? മോളുടെ അച്ഛനെന്ന്. അതൊന്നൊരിക്കൽ കൂടി പറഞ്ഞേ. മോളെ, ദേ നിൽക്കുന്നു മോളുടെ അച്ഛൻ. മോളുടെ അച്ഛൻ.